ഇന്നലെ രാത്രി തന്നെ നമ്മൾ പ്രാഡോ കൊണ്ടുപോയി നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വീൽസ് നമ്മൾ ഡീഗ്രീസ് ചെയ്തായിരുന്നു, നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്താണ് എടുത്തത്. അതുകൊണ്ട് ഡേർട്ട് തീരെയില്ല. പക്ഷേ നമ്മൾ വണ്ടി സ്ട്രീറ്റ് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നൈസായിട്ടൊന്ന് വെറ്റ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് വെറ്റ് വൈപ്പിൻ്റെ ആ ഒരു വെറ്റ്നെസ് പോകാനായിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് വിട്ട് നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീൽസ് ഫുള്ള് സ്റ്റിക്കർ ചെയ്തെടുക്കുകയാണ്. കാരണം സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ PVC ടേപ്പ്, സാധാരണ എല്ലാവരും മാസ്കിംഗ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇതിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ PVC ടേപ്പ് ഒട്ടിച്ച് സെറ്റ് ചെയ്യുകയാണ് ചുറ്റും. ബ്ലാക്ക് കളർ മാറ്റ് സ്പ്രേ പെയിൻ്റാണ് നമ്മൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. സെൻറ്ററിലുള്ള ടൊയോട്ടയുടെ സിമ്പിളുള്ള ഐറ്റം അത് അലോയി ആയതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. ഫൈബർ ആണെങ്കിൽ നോർമലി നമ്മളത് റിമൂവ് ചെയ്യാറുണ്ട് സ്പ്രേ പെയിൻറ്റിന് മുമ്പ്. സ്റ്റെപ്പിനി വീല് സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ വീല് റിമൂവ് ചെയ്യണം. അതിനായിട്ട് അതിൻ്റെ ടൂൾ കിറ്റ് എടുക്കുകയാണ് ഞാൻ. ഇതുവരെ ഇതുവരെ സ്റ്റെപ്പിനി വീല് റിമൂവ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എയർ ഫീൽ ചെയ്യല്ലാണ്ട്. അതിനായിട്ട് നമ്മൾ നൈസായിട്ട് വീല് അൺലോക്ക് ചെയ്തു കീ ഉപയോഗിച്ച്. അത് കഴിഞ്ഞിട്ട് നല്ല ടൈറ്റായിരുന്നു, നല്ല പാടായിരുന്നു ആദ്യം അഴിച്ചെടുക്കാനായിട്ട്. നട്ടൂരി കഴിഞ്ഞ് വീൽ ഇറക്കിയപ്പോൾ മനസ്സിലായി ഇത് ഭയങ്കര ഹെവി ആയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇറക്കും, അപ്പോഴേ മനസ്സിലായി ഇത് കയറ്റാൻ കുറച്ച് കഷ്ടപ്പെടുമെന്ന്. വീല് നമ്മൾ കിടത്തിയിട്ടാണ് സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ സ്പ്രേ പെയിൻറ്റ് വരുന്നില്ലായിരുന്നു. നൈസായിട്ട് സ്റ്റക്കായി പോകുന്നു. പിന്നെ കുറച്ച് നേരം ഷേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. എന്നാലും കുറച്ച് പാടായിരുന്നു കിടത്തിയിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇതിന് നമ്മൾ സ്റ്റിക്കർ അടിച്ചില്ല, പകരം ഡിഗ്രീസർ സ്പ്രേ ചെയ്ത മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്യാണ് ചെയ്തത്. അതും ഓക്കെ ആയിരുന്നു.
വീൽസ് ഡ്രൈ ആകുന്ന ടൈം കൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് റീസ്റ്റോർ ചെയ്യാം. ബോഡി ഇതുവരെ വണ്ടി വാങ്ങിച്ചിട്ട് ഞാനിതുവരെ പ്ലാസ്റ്റിക് റീസ്റ്റോർ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫെയ്ഡായിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്യും. പ്ലാസ്റ്റിക് റീസ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഗ്ലോ കിട്ടി, അത്രേ ഉള്ളൂ. ഇതൊരു 2 or 3 months മാക്സിമം ലാസ്റ്റിങ്, അത്രേ ഉള്ളൂ. ബാക്ക് ബമ്പർ അത്രയ്ക്ക് ഫെയ്ഡഡ് അല്ലായിരുന്നു, ബട്ട് സൈഡ് ബോഡി പാർട്സ് നല്ല രീതിയിൽ ഫെയ്ഡഡ് ആയിരുന്നു. പക്ഷേ ഇത് നല്ലൊരു ഗ്ലോ കൊടുത്തു സൈഡ് ബോഡി പാർട്സിന്. ഫ്രണ്ട് ബമ്പറിന് ഒരു ഓക്കെ സെറ്റപ്പ് ആയിരുന്നു. ബോഡി പാർട്സിൽ സൈഡ് ബോഡി പാർട്സും ബമ്പേഴ്സും മാത്രമല്ല, നമ്മൾ സൈഡ് ലോക്കും വിൻഡോ ബീഡിങ്സും കൂടി നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീൽസൊക്കെ ഡ്രൈ ആയി. സ്റ്റെപ്പിനെ അപ്പോൾ കയറ്റാമെന്ന് വിചാരിച്ച് വന്നു. ഞാൻ കുറേ നേരമായി ഇവിടെ നിന്ന് കയറ്റാൻ ശ്രമിക്കുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ നൈസായിട്ട് റോട്ടിൽ നിന്നെടുത്ത് ടോ ബാറിലേക്ക് വെച്ച്, ടോ ബാറിൽ നിന്നെടുത്ത് ബമ്പറിലേക്ക് വെച്ച്, അവിടുന്ന് ആ ഹോൾഡറിലേക്ക് വെച്ചിട്ടാണ് നട്ടിലേക്ക് കയറ്റിയിട്ടത്. കുറച്ചധികം നേരം കഷ്ടപ്പെട്ടു. ഇറക്കാനെടുത്തത് വെറും 5 minutes ആണെങ്കിൽ കയറ്റാൻ എടുത്തത് ഒരു 15 minutes ആയിരിക്കും.